കുറച്ചെത്തിയയാൾ തീയിട്ടു മടങ്ങി. ഒന്നല്ല 3 തവണ. രാജേഷിന്റെയും കുടുംബത്തിന്റെയും ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷയാണ് തീയിട്ട് ചാമ്പലാക്കിയത്. 3 തവണയും പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും ഇതുവരെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കടം വാങ്ങിയും ഫിനാൻസ് ഇട്ടും കുടുംബം പുലർത്താൻ വേണ്ടിയാണ് രാജേഷ് ഓട്ടോറിക്ഷ വാങ്ങിയത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 3 തവണ ഓട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു. വീട്ടിലേക്ക് വഴിയില്ലാത്തതിനാൽ സമീപവാസിയുടെ മുറ്റത്താണ് ഓട്ടോറിക്ഷ രാത്രി നിർത്തിയിടുക. ഇവിടെ വെച്ചാണ് 3 തവണയും തീയിട്ടത്. 2ാം തവണ ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തി നശിച്ചതോടെ കടം വാങ്ങിയും ഭാര്യ ഷീജയുടെ സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തിയും 3 ലക്ഷം രൂപ മുടക്കി മറ്റൊരു ഓട്ടോറിക്ഷ വാങ്ങി. കഴിഞ്ഞ 17-ന് ഈ ഓട്ടോറിക്ഷയും തീ വെച്ച് കാണിച്ച് തനി ചെറ്റത്തരം തന്നെയാണ്. ഒരാൾ ജീവിക്കാനും സമ്മതിക്കില്ല. 3 ചക്രം കൊണ്ട് അന്നം ഉണ്ണാൻ നടക്കുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ ഇട്ട് ക്രൂശിക്കുന്നത് ശരിയായ ഏർപ്പാടല്ല. അപ്പോൾ 3 തവണ നശിച്ചിട്ടും ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടും പോലീസിൽ പരാതി കൊടുത്തു, എല്ലാം കൊടുത്തു. എന്നിട്ട് പോലും ഈ അന്വേഷിച്ച് ഇയാളെ കണ്ടുപിടിക്കാനോ ആരാ ചെയ്തതെന്ന് അതിൻ്റെ ഉത്തരവാദികൾ ആരാണെന്നോ ആർക്കെങ്കിലും നടപടി എടുക്കാനോ ഈ പോലീസുകാരും ഗവൺമെൻറ്റും എന്താ ഒരു പാവപ്പെട്ടവൻ്റെ അന്നായിരുന്നു. എത്രയും വേണ്ടി ദൈവത്തെ ഓർത്ത് ഇങ്ങനെ ദൈവത്തെ ഓർത്ത് കാണിക്കരുത്. തൻ്റെ വണ്ടിയൊക്കെ കൊണ്ട് നശിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്നാ കിട്ടാനാ? അയാൾ പാവപ്പെട്ട ഭാര്യയുടെ സ്വർണവും വിറ്റ് ഒരു സ്വന്തം കഷ്ടപ്പെട്ട് വലിയ വരുമാനമൊന്നും ലക്ഷങ്ങളൊന്നും കിട്ടില്ല. അന്നൊന്നും അവർ നേരെ ഓടിയാലായി പെട്രോൾ കാശ് കഴിഞ്ഞു. ഇപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് അങ്ങനെ അത്ര വലിയ പോലെ കാണുന്ന പോലെ ഓട്ടോ ഒന്നും കിട്ടില്ല. കാരണം ഇപ്പോൾ ആണെങ്കിൽ നമ്മളാണെങ്കിൽ ഒരു സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിലേക്ക് എത്തണമെങ്കിൽ ഒരു 10 രൂപ കൊടുത്താൽ മതി. പക്ഷേ ഒരു ഓട്ടോറിക്ഷക്കാരനാണെങ്കിൽ 20 രൂപ കൊടുക്കേണ്ടി വരും. അതായത് ടൗണിൽ ഇറങ്ങി അടുത്തിട്ട് അക്കരെ സ്റ്റോപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓട്ടോക്കാരനൊക്കെ വളരെ നഷ്ടമാണ്. ഡീസലിൻ്റെ വില വേറെ. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് അറിഞ്ഞിട്ടും കുടുംബം പോറ്റാൻ വേണ്ടി ഇറങ്ങുകയാണ്. അവരുടെ ഓട്ടോറിക്ഷ അത് കഷ്ടപ്പെട്ട് കാശ് കൊടുത്ത് മേടിച്ച് ലോണും എടുത്തിട്ട് അതും മേടിച്ച് വെട്ടി ഈ മാതിരി പരിപാടിയാണെങ്കിൽ എന്തോ ഇദ്ദേഹത്തിനോട് വിരോധമുള്ള ഒരാളായിരിക്കും ചെയ്തത്. പിന്നെ ഇതുവരെയായിട്ടും പ്രതികളെ കണ്ടുപിടിക്കാതെ അത് അതിലും വലിയ ചെറ്റത്തരം. തീർച്ചയായിട്ടും നിയമ നടപടികൾ എടുക്കണം.